പല നിലക്കും നിങ്ങൾ സ്വതക്ക ചെയ്യണം എന്ന് പറഞ്ഞപ്പോ സ്വതക്കയുടെ പ്രതിഫലം ലഭിക്കാനുള്ള പല ഓപ്ഷനുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ അതിനൊന്നും പറ്റിയില്ലെങ്കിൽ എന്തു ചെയ്യണമെന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്, ഫദഇ ശർറ ഫഇന്നഹു സദഖ. ആർക്കും ഒരു ഉപദ്രവവും ഒരിടങ്ങേറും നമ്മളെ കൊണ്ട് ഇല്ലാതിരുന്നാൽ അത് തന്നെയാണ് മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ സ്വതക്ക സംഭാവന. ഒരു 10 രൂപ കൊടുത്തിട്ട് ഒരു മനുഷ്യനെ നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അയാൾക്കൊരു ദ്രോഹവും നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സംഭാവന, ഏറ്റവും വലിയ സ്വതക്ക. നമ്മളെ കൊണ്ട് ദുനിയാവിൽ ഒരാൾക്കും ഒരു ഇടങ്ങേറും ഉണ്ടാവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത്തഖി ദഅവത്തൽ മദ്ലൂം. അക്രമത്തിനിരയാവുന്ന, പീഡനത്തിനിരയാവുന്ന ആളുകളുടെ ദുആ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിന് വളരെ പെട്ടെന്ന് ഉത്തരണ്ട്. ആ ദുആഇന്റെയും റബ്ബിന്റെയും ഇടയിൽ പിന്നെ ഹിജാബില്ല, മറയില്ല. മർദിതൻ, പീഡിതൻ എന്ത് റബ്ബിനോട് അന്നേരം ചോദിച്ചാലും അത് മനസ്സ് പൊട്ടിയിട്ടുള്ള ചോദ്യമായിരിക്കും. ആ ചോദ്യം അല്ലാഹു തആലാക്ക് കേൾക്കാതിരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ദുനിയാവിൽ ഒരാളെയും നമ്മളെ നാവുകൊണ്ടോ കൈ കൊണ്ടോ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു മനുഷ്യനെ നാവ് കൊണ്ട് നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കൂട്ടിച്ചേർത്തി തുന്നി ശരിയാക്കാൻ ഒരു സർജറിയും ഇല്ല. അത് കാലാകാലം അവന്റെ മനസ്സിൽ ഒരു മുറിവായി അങ്ങനെ തന്നെ തുടരും.